അങ്ങനെ നമ്മുടെ കറി റെഡിയായി. ഈ കറിയുടെ പേരെന്താണെന്ന് അറിയുമോ? സാലന. അങ്ങനെയാണ് ഞാൻ കണ്ടത് യൂട്യൂബിൽ. പക്ഷേ ഇത് പണ്ടൊക്കെ ഞങ്ങളുടെ ഇവിടെയൊക്കെ വയ്ക്കുമായിരുന്നു. അടിപൊളിയായിരുന്നു. നല്ല മണമൊക്കെ ആയിരുന്നേ. ആ മണമൊക്കെ വരുന്നുണ്ട്. ആഹാ, വേണ്ടേ, കാണാൻ പറ്റുന്നുണ്ടോ? അപ്പം ഞാനിത് എന്നാ ചെയ്യുന്നത് പറയാം, പൊറോട്ടയുടെ കൂടെ ഞാൻ പൊറോട്ട ഇങ്ങനെ പിച്ചി പിച്ചി ഇട്ടിട്ട് ഈ കറി ഇട്ട് കുതിർത്ത് വയ്ക്കും. എന്നിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് നമുക്ക് കഴിക്കാം. അപ്പം എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. എനിക്കതാ ഇഷ്ടം. പക്ഷേ മീനിനുള്ളത് ഞാൻ അങ്ങനെ ചെയ്യൂല. ഞാൻ അങ്ങനെ ചെയ്യും. പക്ഷേ ഇത് ഞാൻ ഒന്ന് ടേസ്റ്റ് നോക്കട്ടെ. സ്പൂൺ കഴുകിയിട്ട് വരാമേ. ആ പണ്ടത്തെ ആ ഒരു മണമൊക്കെ എനിക്ക് വരുന്നുണ്ട്. അടിപൊളി, സൂപ്പറായിട്ടുണ്ട്. ഇന്നിപ്പോൾ ഞാൻ പൊറോട്ട ഇങ്ങനെ നമുക്ക് പിച്ചി പിച്ചി ഇട്ടിട്ട് നമുക്ക് ഈ കറി ഒഴിച്ച് കുതിർത്ത് വയ്ക്കാം. പൊറോട്ട കടയിൽ നിന്ന് വാങ്ങിച്ച പൊറോട്ടയാണ്. ഇവിടെ ഒരു കടയുണ്ട്, വിലക്കുറവാണ് അവിടെ പൊറോട്ടയ്ക്ക്. ഇത്ര 5 എണ്ണത്തിന് 40 രൂപയുള്ളൂ. പക്ഷെ അത് അടിപൊളി പൊറോട്ടയാണ്. ഇതേണ്ട്, അതാ ഞാൻ ഉണ്ടാക്കിയ പൊറോട്ടയൊന്നുമല്ല. നമുക്കിങ്ങനെ പിച്ചി ഇങ്ങനെ ഇടാം. പിച്ചി ഇട്ടിട്ട് ഇവിടെ പിന്നെ പിച്ചാൻ പാടാതിരിക്കും. അതുകൊണ്ട് ഞാൻ നോക്കട്ടെ, ഒരു പകുതിയും കൂടെ എടുക്കാൻ പോകാം. അവർക്ക് വീടോട് വെച്ചേക്കാം. കഴിക്കും. മീന് പറഞ്ഞു മീനൂന് അങ്ങനെ ഇട്ടുണ്ടാന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പിന്നെ എടുക്കാൻ ഒക്കെ വേണ്ട. ഇങ്ങനെ എടുത്തു. എൻ്റെ കൈ ഒന്ന് കഴുകിയിട്ട് വരും. ആകെ എണ്ണ കുറച്ചു. ഇത്രയും മീനിടുന്നു. നമുക്ക് കറി എടുത്തതിലോട്ട് ഇങ്ങനെ ചേറി വയ്ക്കാം. കുതിരണം. ഇത് തേങ്ങ ഞാൻ എന്തൊക്കെയാണ് കുതിരണം. പണ്ട് എൻ്റെ കൂടെ പഠിച്ചുകൊണ്ടിരുന്ന ഒരു കൊച്ചിത് കൊണ്ടുവരുമായിരുന്നു. എൻ്റെ പൊന്നോ, എന്തോ രുചിയായിരുന്നു എന്ന് അറിയാമോ? ഇത്ര ഇങ്ങനെ ഒഴിച്ചു. ഇനി ഇത് അടച്ചവിടെ വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞ് കഴിച്ചു. അങ്ങനെ നമുക്ക് കഴിച്ച് നോക്കാവേ. അങ്ങനെ കുതിർന്ന് അടിപൊളിയായിട്ടിരിപ്പുണ്ടായിരുന്നു. എനിക്ക് പക്ഷേ ഇങ്ങനെ കുതിർന്നിരിക്കുന്നത് ഇഷ്ടം കേട്ടോ. മീനോട്ടിന് ഇങ്ങനെ കറിയൊക്കെ ഒഴിച്ച് കഴിക്കുന്നത് ഇഷ്ടമല്ലേ. പക്ഷേ ഈ കറിക്ക് എന്താ മണം, എന്താ രുചി. ആ പഴയ ഓർമ്മ എനിക്ക് വന്നു കേട്ടോ. സ്കൂളിൽ എൻ്റെ ആ കൂട്ടുകാർ കൊണ്ടുവരുമ്പോൾ ഞങ്ങൾ ഈ പൊറോട്ടയ്ക്ക് വേണ്ടി അടി ഉണ്ടാക്കുമായിരുന്നു. ആ ഒരു ടേസ്റ്റ് എനിക്ക് കിട്ടി. സത്യം പറഞ്ഞാൽ എനിക്ക് ഒത്തിരി അങ്ങ് ഇഷ്ടപ്പെട്ടു. ഈ കറി എങ്ങനെയാണ് വെക്കുന്നത് എന്നുള്ള കാര്യം ഞാൻ പിന്നൊരു വീഡിയോയ്ക്കകത്ത് കാണിക്കാമേ. എന്നാൽ എല്ലാവർക്കും ഒക്കെ ടാറ്റാ ബൈ ബൈ, സീ യു.